ഇതിൽ പറ വന്നിരിക്കുന്നത് ഫെസിലിറ്റി കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്വപ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ലീഗലി ഒത്തിരി പ്രോബ്ലംസ് നമുക്കുണ്ടല്ലോ, ഇതുപോലൊരു ബാർ കൗണ്ടേഴ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അതൊരു ലീഗലി ഉള്ളൊരു ഒരു എന്താ പറയുക, ഒരു ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു പ്രൊഫഷൻ ഇതാണ് വരുന്നത്. അത്യാവശ്യം ബാർ കൗണ്ടേഴ്സും എല്ലാം വരുന്നത്. നമ്മുടെ നാട്ടിലത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതെ നിങ്ങൾ അറിയുന്നോട്ടോ അത് തൂങ്ങിയത് പോവും. ഭയങ്കര അടിയാണ്. രാഷ്മി അത് മാറുന്നല്ലോ, മാറുന്നത് മോളിലേക്ക് പോയാ പോരല്ലേ? ബാറ്റിന്റെ പ്രശ്നം. അപ്പൊ മോളിലേക്ക് എത്ര പോണൂന്നല്ല, അതില് വീണു. ബാക്കിലേക്ക് പോയാല് അതെങ്ങനെയാ? പല പല പോയിന്റ്സ് ആണ്. 7 പോയിന്റ് അല്ല, അതിലുമുണ്ട്. ആ മിഡിലെ കുഴിയില്ലേ, അതിൽ വീണ് കഴിഞ്ഞാൽ പോയിന്റ് കൂടുതലാണ്. മിഡിൽ അറൗണ്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ശരിയാണ്. അന്നാ ശ്രീ കാണിക്കും. അത് ഒരു കാര്യം ചെയ്യും, മറ്റത് ഓർഡർ ചെയ്ത് എന്നാലേ കളിക്കാൻ പറ്റുള്ളൂ. ഓ സോറി, എൻ്റെ ഭാഗത്തോടെ തെറ്റ്. ഇത് ഒരു വലിയൊരു വ്ളോഗാക്കി മാറ്റിയെടുക്കണം നമുക്ക്. അടുത്തതായി അടുത്തതായി നമ്മൾ സ്യൂഡനിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 ആൾക്കാരാണ്. പുള്ളിക്കാരൻ സ്യൂഡനിൽ നിന്ന് PhD ചെയ്തു അമേരിക്ക ഫുൾ അറിയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വലിയൊരു മത്സരമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ബാക്കി 4 പേരും ഇതിന് പങ്കാളികളല്ല. അവർ 2 പേരുമാണ് കോമ്പറ്റീഷൻ. മറ്റേ ബാഹുബലി മറ്റേ അമ്പയെ പഠിപ്പിക്കുന്നത് പോലെയാണ് ശ്രീയെ. യൂട്യൂബിലെല്ലാം കണ്ടുപിടിച്ചാൽ അതെ, 2 കൈ 1 കാല്. കാട്ടുപോലെ പോയിന്റ് എത്ര നോക്കിക്കോ. 3 പോയിന്റ്.
നമ്മളെ പഠിപ്പിച്ചില്ലല്ലോ. ഇതുപോലെ നമ്മളെ പഠിപ്പിച്ചില്ലല്ലോ. ഇന്നൊരു യൂട്യൂബിലുള്ള നോക്കി രണ്ടുമൂന്ന് അതെ, ഇന്ന് ഞായറാഴ്ച നേരത്തെ ചിരിച്ചല്ല. അത് കുഴി വീഴുമോ? ഇനി മുകളിൽ നോക്ക്. ഇവിടെ നോക്കിയോ? പക്ഷെ അത് കുഴി വീണില്ല. ഇനി നമുക്ക് ഓർഡർ ചെയ്യാം. പൈൻറ്റ് വേണം പിക്ചർ പൈൻറ്റ് വേണം പിക്ചർ പൈൻറ്റ് നച്ചോ പിക്ചർ നച്ചോ ഞാൻ വിചാരിച്ചേ നാട്ടിൽ മറ്റേ പൈൻറ്റ് എനിക്കൊരു അര എടുത്തു. ആരേക്കല്ലേ എനിക്കൊരു അര. ആരെയാ പാടൂലേ പോയി കുഴി പോകുന്നു. ഇല്ല, കുഴി പോയില്ല. പോട്ടെ, അടുത്ത് നടന്നോ. കരയിൽ തന്നെ ഉണ്ട്. അയ്യോ, കറക്റ്റ് അതിൽ വീണു. നല്ല പോയിന്റ് കിട്ടുന്നത്. 6 പോയിന്റ്. ഞാൻ പുറകില്ല. ഞാൻ 8 വരെ പുറകിലായല്ലോ. വർഷങ്ങൾ അതിന്റെ മുമ്പിൽ കയറി കഴിഞ്ഞാൽ നാളെ കിട്ടും. കഷ്ടിച്ചു പോയി. ലാസ്റ്റ് ഇത് ലാസ്റ്റ് അല്ല, ആറാമത്തോളം എടുത്തു. മുകളിൽ നോക്കിയേ അവിടെ എന്താണ് എന്താ പറഞ്ഞു ജർമ്മൻ പറയാം ജർമ്മൻ ഇല്ല ജർമ്മനല്ലേ ഞാൻ പാട്ട് നിന്റെ പറയാം You want a picture or a glass? Glass, okay. മൂന്ന് ക്ലാസ് പറഞ്ഞ അല്ല മൂന്ന് ക്ലാസ് പറഞ്ഞ ഒരു പിക്ചറിന്റെ കാശ് പോയിന്റ് കളിച്ചാൽ മതി. How many glasses? ശ്രീ നീ കുടിക്കാൻ എന്താ വേണ്ട Anything else? കോക്കോ ആശ്രിക്ക് എന്താ വേണ്ട കുടിക്കാൻ ഓണാൽസോണിക്ക് എന്തുണ്ട് അടിച്ചോ, ആരോഗ്യം അടിച്ചോ, നല്ല പവർ അടിച്ചോ. വർഷയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ട ഇങ്ങോട്ട് നോക്കിയ വർഷം അടുത്തതായി അടിച്ചോ, ഒന്നും നോക്കണ്ട. ഐസ് നോ ഐസ് വർഷയ്ക്ക് അരുൺ ഐസാണോ നോ ഐസാണോ ഐസ് കണ്ടല്ലോ. വീണില്ല Orange juice?
നല്ല തോന്നടിച്ചോ ഇല്ല ഇല്ല അതല്ല മുകളിൽ അതല്ല പോയാ ഇത് ലാസ്റ്റ് ആയിരിക്കും ഇനി നോക്കണം അത് കുഴി അഞ്ച് പോയിന്റ് കിട്ടി അല്ല 4 പോയിന്റ് പേര് ഞാൻ തന്നെ പോകണം ഷൂട്ട് ചെയ്ത് ഹീറോ അടുത്തതായി നമ്മളെ എല്ലാവരും തോപ്പിക്കുമെന്നുള്ള വീറും വാശിയോട് കൂടി കളിക്കുന്നു നിരോഷ്. നിരോഷ് come on. അഭിലാഷ് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. നിരോഷ് 6 പോയിന്റ്. അതാണ് പക്ഷെ അത് ഒരു കുഴിയിലും വീടില്ലെന്നാണ് പക്ഷെ ഇതിലിപ്പോൾ നമ്മളെല്ലാം ഈ എങ്ങനെയാണ് അടിക്കുന്നത് മാക്സിമം കൊള്ളിക്കാനും ആ ഒരു എങ്ങോട്ടെങ്കിലും പോകുന്നുള്ള രീതിയിൽ അടിക്കുന്നത്. പക്ഷേ അടുത്തൊരാൾ കളിക്കാൻ വരുമ്പോൾ നോക്കിക്കോ ആ ഒരു എന്താ പറയുക പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നോക്കിക്കോ. നമ്മളിതിങ്ങനെ ചോദിക്കും ഏത് കുഴിയിലാണ് ഇടുന്നത് എന്ന് ചോദിച്ചിട്ടാണ് കളിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ? ആ പുല്ലത്രയും തെറിച്ചു അവർക്ക് വേറെ പുല്ല് അതെ. ആദ്യം അടിക്കില്ല ഇവനെ 3 വെച്ച് എടുത്ത് പറഞ്ഞ കേട്ടോ എന്നെ കൊണ്ടൊന്ന് തളർത്തോ ഞാൻ ചിലപ്പോൾ ജയിച്ചാലോ. എവിടെ നിങ്ങൾ ഒന്ന് പറ എന്താണ്? ആ അയ്യോ അവ എന്നെ മോളിൽ കയറി പോയി സെന്ററിൽ പോയി അത്
അഭിലാഷേ ഓയ്യേ അഭിലാഷിന് മുകളിൽ പോയി. ഇല്ല എനിക്ക് മിനിമം മാർക്ക് ജയിച്ച പോലെ അത് ഇവന് പ്രശ്നമുണ്ട് കേട്ടോ. ഇവന് കൂടുതൽ പോയിന്റ് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരൊറ്റ ബോൾ ഒരു പുള്ളിക്കാൻ നടന്നവനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒറ്റ ബോൾ ഒരു പുള്ളിക്കാൻ നടന്നവനാണ്. 88 ഗതമല്ല കഴിഞ്ഞ പ്രാവശ്യം 150 മേടിച്ച അഭിലാഷ് 150 അടിച്ചു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 100 ഗോളൊക്കെ അടിച്ചില്ല. എന്ത് പറ്റി? ഇതും കിട്ടാത്തതാണോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലെങ്കിൽ ഈ കോച്ചുമാരൊന്നും വലിയ കളിക്കാറില്ല. ഏത് ടീം എന്തിപ്പോൾ ഫുട്ബോൾ ആയിരുന്നാലും ക്രിക്കറ്റ് ആയിരുന്നാലും കോച്ച് വലിയ കളിക്കാൻ അറിയണത്തവരാണ് ഈ കോച്ചായിട്ട് കളിക്കുന്നത്. ഇത് കളിച്ചിട്ട് തന്നെ ഇവിടെ പോവുകയാണ്. വേറെ കളിക്കാം. പൊളിച്ചെടുക്കുവാണ് വർഷം. പൊളിച്ചെടുക്കണം. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുക്കുന്ന ആരാന്നോ? പക്ഷെ ഒന്ന് നോക്കുമോ ഇങ്ങോട്ട്? സ്ട്രാറ്റജി ആ വണ്ടിക്കാരനെ അടിച്ചോടിക്കാനല്ലേ പറഞ്ഞത്? അത് കൊള്ളാം. ആ ഇതിൻ്റെ ഈ ഗോൾഫിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണോ? ഇവിടെ എങ്ങനെയാണോ? അത് ബാംഗ്ലൂരാ? അയ്യോ അതും കൊണ്ട് അതും അതിൽ കൊണ്ട്